ബിഗ് ബോസ് സീസൺ 6മായി ബന്ധപ്പെട്ട് പുറത്ത് നടക്കുന്ന ഒരു ഡിസ്കഷനെ കുറിച്ചിട്ടാണ്. ആ ഒരു ഡിസ്കഷന്റെ ടോപ്പിക്ക് ഞാനായതുകൊണ്ട് അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിക്കുന്നു. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ അത്തരത്തിലുള്ള എന്നെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടതൊക്കെ വായിക്കുന്നത്. കുറിപ്പ് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ആ ഒരു കുറിപ്പിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കെന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കത് കേൾക്കാമല്ലോ. അതാണല്ലോ പരസ്പര ബഹുമാനമെന്ന് വിചാരിച്ചിട്ട് വായിക്കുകയാണ്. PR ഇല്ലാത്ത അർജുൻ ഒരു വോട്ട് PR ക്യാമ്പയിൻ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന JBI TV എൻ്റർടൈൻമെൻറ്റ് എന്ന യൂട്യൂബ് ചാനലിലെ റിവ്യൂവറുടെ വീഡിയോ ആണ് ഈ പോസ്റ്റിന് ആധാരം. കഴിഞ്ഞ തവണ സീസൺ 5 ഞാൻ വിപുലമായിട്ട് റിവ്യൂ ചെയ്ത ഒരു സീസണാണ്. ഞാൻ ആദ്യം കണ്ട ഒരു സീസൺ അത് തന്നെയാണ്. വിപുലമായി എന്ന് പറയുമ്പോൾ ഡെയിലി 2-3 വീഡിയോസൊക്കെ പല സാഹചര്യങ്ങളിലും ഇടാറുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിലേക്കൊക്കെ വന്ന സമയത്ത് ഗെയിമേഴ്സിൽ ഓരോ ആളുകളുടെയും ഗെയിമിനെ കുറിച്ചിട്ടുള്ള അനാലിസിസ് വീഡിയോ വരെ ചെയ്തു. അത്രയധികം സീരിയസ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. സീസൺ 6ലേക്ക് വരുന്ന സമയത്ത് ഞാൻ വളരെയധികം വീഡിയോസിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട്. വീഡിയോസിൻ്റെ എണ്ണം കുറയ്ക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് എനിക്കത് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല. വീഡിയോസിൻ്റെ എണ്ണം കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം കുറയും. സീസൺ 6 എനിക്ക് ഭയങ്കര ലോസാണ്. എനിക്ക് വേണമെങ്കിൽ ലോസ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റും. മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്താണ് അവർ പറയുന്നത്, അതിനുശേഷമുള്ള വട്ടമേശ സമ്മേളനത്തിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ നിങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവർ ഗെയിമിൻ്റെ തുടക്കത്തിൽ സംസാരിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് അവസാനം വരെ സംസാരിക്കുന്നത്. ഇപ്പോൾ പെട്ടി വന്ന ആ ഒരാഴ്ച തന്നെ എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 ആഴ്ച അതല്ലാതെ വേറൊന്നും പറയുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് വന്ന് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് അപ്ഡേറ്റ് എന്ന് പറയാം. പക്ഷേ നിങ്ങളുടെ സമയം മെനക്കെടുത്തുന്നു, എൻ്റെ സമയം മെനക്കെടുത്തുന്നു. പക്ഷേ എനിക്കങ്ങനെ മെനക്കേടില്ല. ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ഒരു ചേട്ടൻ, വാർക്കപ്പണിക്ക് പോകുന്ന ഒരു ചേട്ടൻ്റെ ഒരു ദിവസത്തെ പേയ്മെൻ്റ് ഒക്കെ കിട്ടും ഒരൊറ്റ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ടും ഞാനത് ചെയ്യാത്തത് എനിക്ക് അങ്ങനെ റിപ്പീറ്റ് അടിക്കാനായിട്ട് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഞാൻ വിപുലമായിട്ട് ചെയ്യാത്ത ഒരു സീസൺ റിവ്യൂവിൽ ഞാനൊരു ഗെയിം ചേഞ്ചറായിട്ട് ആളുകൾ നോക്കിക്കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ വോട്ട് മറിക്കും എന്നുള്ള പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനെന്തോ വലിയ സംഭവമായി എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനതിൻ്റെ ബാക്കി വായിക്കാം. ഞാൻ വോട്ട് കൊടുക്കുന്നത് അർജുനാണ്. ജിൻഡോ, അഭിഷേക് എന്നിവർക്ക് PR റിവ്യൂവർ സപ്പോർട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനൊരു ആസ്ഥാന റിവ്യൂവർ ആണോ? അല്ല, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു പ്രേക്ഷകനാണ്. ഞാനിങ്ങനെ ഈ ഒരു ഗെയിം കാണുന്ന സമയത്ത് നിങ്ങൾ ഏത് തരത്തിലാണോ ആ ഒരു ഗെയിമിനെ നോക്കി കാണുന്നത്, അങ്ങനെയുള്ള മാനസിക വിചാരങ്ങളൊക്കെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ആളാണ്. അപ്പോൾ ആ ഒരു ഗെയിം കാണുന്ന സമയത്ത് എനിക്ക് വോട്ട് ചെയ്യാനായിട്ട് തോന്നിയ കാരണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അർജുനെ ചെയ്തുള്ളൂ കേട്ടോ. അത് എൻ്റെ ഒരു പ്രതിഷേധമാണ്. അർജുൻ മോശം ഗെയിമർ ആയതുകൊണ്ടല്ല, സീസൺ 6ലെ ഗെയിമിനെ മജോറിറ്റിയും ഷോ ഡയറക്ടേഴ്സും അത്തരത്തിൽ കുളമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അർജുന് വോട്ട് ചെയ്യും. സീസൺ 6ലെ മികച്ച ഗെയിമർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണും പൂട്ടി വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ടും ജാസ്മിനെ വോട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. ഉള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ജാസ്മിന് വോട്ട് ചെയ്യാതെ അർജുന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീസൺ 6ലെ ഗെയിം അതല്ല, അങ്ങനെയല്ല ഈ ഒരു ഗെയിമിനെ നോക്കി കാണേണ്ടത് എന്ന് ആൾക്കാരെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നിട്ട് വലിയ ഡിസ്കഷൻസാണ്. അതല്ല ഗെയിം. ജാസ്മിൻ്റെ ആ ഒരു ഗെയിം നമ്മൾ അംഗീകരിക്കരുത്. സീസൺ 6ൻ്റെ ഗെയിം അങ്ങനെയല്ല. സീസൺ 6ൽ നല്ല പേഴ്സണാലിറ്റിയാണ് നമ്മൾ തപ്പുന്നത്. നല്ല പേഴ്സണാലിറ്റിയാണ് തപ്പുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ജിൻഡോയ്ക്ക് അഭിഷേകിന് വോട്ട് ചെയ്യണത്? അർജുനെ വോട്ട് ചെയ്താൽ പോരെ. ഞാൻ ഈ കാര്യം പറയുന്ന സമയത്ത് ജിൻഡോ ഫാൻസും അതേപോലെ തന്നെ അഭിഷേക് ഫാൻസൊക്കെ വന്നിട്ട് പറയും അങ്ങനെയല്ല, ഇതിനകത്ത് ഗെയിം നോക്കണം. ഗെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജാസ്മിൻ വോട്ട് ചെയ്യും. അപ്പോൾ ജാസ്മിൻ വോട്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇവർ പറയും ജാസ്മിൻ മറ്റേ കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്ത ഒരാളാണ്, ജാസ്മിൻ മറ്റേ ചായയിൽ തുപ്പൽ വീഴ്ത്തിയ ഒരാളാണ്, ജാസ്മിൻ മറ്റേ ജലദോഷം വരുന്ന സമയത്ത് മൂക്ക് ഉടയ്ക്കണ ഒരാളാണെന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ മികച്ച പേഴ്സണാലിറ്റി അല്ലേ നോക്കണേ? ജിൻഡോ ആൻഡ് അഭിഷേകിൻ്റെ ഫാൻസുകാർ വോട്ട് പിടിക്കണത് മികച്ച പേഴ്സണാലിറ്റി ആണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അർജുനല്ലേ വോട്ട് ചെയ്യണ്ടേ? ഇതാണ് എൻ്റെ ലോജിക്ക്. ഇതിന് ആൻസർ തരാനായിട്ട് അവർക്ക് പറ്റത്തില്ല. മികച്ച പേഴ്സണാലിറ്റിക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജാസ്മിന് വോട്ട് കൊടുക്കും. മികച്ച പേഴ്സണാലിറ്റിക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ അർജുൻ വോട്ട് കൊടുക്കും. സീസൺ 6ലെ ഗെയിം ഏതാണ് എന്നുള്ളത് ജിൻഡോയുടെയും അഭിഷേകിൻ്റെ ഫാൻസുകാർ വന്ന് വ്യക്തമാക്കി തരണം. ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ PR അല്ല കേട്ടോ, അവർ വെറുതെ മനുഷ്യത്വം കൊണ്ട് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ വോട്ട് കൊടുക്കുന്നത് അർജുനാണ്. ജിൻഡോ, അഭിഷേക് എന്നിവർക്ക് PR റിവ്യൂവർ സപ്പോർട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്. ജിൻഡോ, അഭിഷേക് എന്നിവരുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ഗെയിം അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വട്ടപൂജ്യം. അവർക്ക് ഗെയിമില്ല. ജിൻഡോയുടെ ഗെയിം ഭയങ്കര എക്സ്പെക്റ്റഡ് ഗെയിമാണ്, പ്രഡിക്റ്റബിൾ ആണ്, ഫുള്ള് കാണാപ്പാടം പഠിച്ചു വന്നിരിക്കുന്ന ഗെയിമാണ്. നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നതിന് നിങ്ങൾ നോക്കണ്ട. കണ്ടസ്റ്റൻസിൽ 90% ആളുകളും ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നത് ജിൻഡോ കാണാപ്പാടം പഠിച്ചിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പ്രഡിക്റ്റബിൾ ആണ്. അതേപോലെ ജിൻഡോ അകത്തേക്ക് പോയ സമയത്ത് തന്നെ പുറത്തുനിന്ന് ആശാൻ ഇങ്ങനെ നല്ല രീതിയിൽ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മിടുക്കനാണ്, അവൻ എൻ്റെ അടുത്തുനിന്ന് ഗെയിം പഠിച്ചിട്ട് പോയതാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പുള്ളി എല്ലാ സീസണിലും ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്ന ഒരു ചെങ്ങായിയാണ്.
അപ്പം അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റി. പുള്ളി പറഞ്ഞതും ജിൻഡോയുടെ അകത്തെ ഗെയിമും കൂടെ തമ്മിൽ എനിക്ക് മനസ്സിലായി. പുള്ളി കാണാപ്പാടം പഠിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു ഗെയിമാണ്, കണ്ട സെൻസും പറഞ്ഞാണ്. ഇനിയിപ്പോൾ PR ഉണ്ട്, റിവ്യൂവർ സപ്പോർട്ട് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PR വേറെ, റിവ്യൂവർ വേറെ. ഇപ്പം ഇത്തരത്തിലുള്ള ഘനഗംഭീര ഡിസ്ക്രിപ്ഷൻസ് മെനക്കെട്ടിരുന്ന് എഴുതി നാട് മൊത്തം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ PR. റിവ്യൂവർ എന്ന് പറയുന്ന ഒരാൾ ചിലപ്പോൾ PRന്റെ മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലാത്ത ഒരാളായിരിക്കാം, പക്ഷേ അവർക്ക് എന്നെ പോലെയുള്ള ചില നിലപാടുകൾ ഉണ്ടാവും. അത് ആ ഒരു ഗെയിം കാണുന്ന സമയത്ത് അങ്ങനെയുള്ള നിലപാടുകളിൽ ചിലപ്പോൾ ജാസ്മിനോടുള്ള ഹെയ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഹെയ്റ്റ് വരും, സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിലെ മജോറിറ്റിക്ക് ഹെയ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ റിവ്യൂവേഴ്സിന് ഹെയ്റ്റ് വരാം. ഹെയ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി മറ്റു ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അഭിഷേകും ജിൻഡോയും. അഭിഷേകൊക്കെ ടിക്കറ്റ് ടു ഫിനാലെയൊക്കെ ആയ സമയത്താണൊന്ന് ഓണായി വന്നത് അപ്പോഴാണ്. അതിൻ്റെ മുമ്പ് ഞാനൊന്നും ആ മച്ചാനെ കണ്ടിട്ട് പോലുമില്ല. അഭിഷേക് വന്ന സമയത്ത് ഇറക്കിയ ഗെയിം അട്ടർ ഫെയിലറായി പോയി. അതേപോലെ തന്നെ അഭിഷേക് വന്ന സമയത്ത് ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ചാരി അവിടെ നിന്ന സമയത്ത് തന്നെ പുറത്തുനിന്ന് മറ്റേ ലവ് ചിഹ്നം അഭിഷേക് പവർ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സംഭവമില്ല. അങ്ങനെ ആ ഒരു ഗെയിമിനെ നോക്കി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാർക്ക് പറ്റത്തില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞത് ബാക്കി അവരെഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. ആകെയുള്ളൊരു ക്വാളിറ്റി കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അർജുനാണ്. ക്വാളിറ്റി കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് അർജുനെ തോന്നിയത്? സീസൺ 6ന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ജാസ്മിനെ മര്യാദ പഠിപ്പിക്കൽ, അഫ്സലിന് നീതി വാങ്ങി കൊടുക്കൽ, ജാഫർ എന്നിട്ട് ഒരു പണി കൊടുക്കൽ എന്ന ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഈ സീസൺ 6ൽ ഈ ഒരു ഗെയിം കളിക്കാത്ത ഒരേ ഒരാൾ അർജുനാണ്. ഈ ഒരു ഗെയിം കളിക്കേണ്ട വരാഞ്ഞ ഒരേ ഒരു ഗെയിമർ അർജുനാണ്. അപ്പോൾ അർജുൻ ആദ്യഘട്ടം മുതൽ തന്നെ സപ്പോർട്ടുണ്ട്. ഈ ഒരു അവിഞ്ഞ ഗെയിം അർജുൻ കളിച്ചില്ല, എന്നിട്ടും അർജുൻ അവസാനം വരെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ക്വാളിറ്റി തന്നെയാണ്. കാരണം ഈ ഒരു ഗെയിം ഒരാൾക്കെതിരെ മാത്രം കളിക്കുന്ന ഗെയിമല്ല, അവിടെയുള്ള എല്ലാ വാഴകളും കളിക്കുന്ന ഗെയിമാണ് ജാസ്മിനെ മര്യാദ പഠിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു ഗെയിം. അപ്പോൾ ഈ ജാസ്മിനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇവർ ശക്തമായിട്ട് തുടങ്ങിയത് എന്നാണ്? അത് ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടർ ജാസ്മിനായിട്ട് ഒരു പണി കൊടുത്ത് ഒന്ന് കൊഴിപ്പിച്ച സമയത്താണ്. ഈ ചായയിൽ തുമ്മിയ സംഭവം അത് വീഡിയോ കാണാതെ ഇവർക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഉണ്ടായിരുന്ന അപ്സരയ്ക്ക് പോലും അതൊരു ഗെയിം ആക്കാൻ തോന്നിയില്ല. അതിനെ ഒരു ഗെയിമായിട്ട് അവിടെ എടുത്തിട്ട് ആദ്യഘട്ടം മുതൽ അവസാനം വരെ ജാസ്മിനെതിരെ ഒരു ഗെയിം കളിക്കാം എന്നുള്ള ഒരു സംഭവം അവിടെ ഇടുകയാണ്. പിന്നെ പുറത്തു നിന്ന് അകത്തേക്ക് വന്ന, പുറത്തു നിന്ന് പിടിച്ച് പുറത്താക്കിയ ആൾക്കാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ജാസ്മിനെതിരെ കളിക്കാൻ പറഞ്ഞു, ജാസ്മിനെ പ്രേമിക്കാൻ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ജാസ്മിനെതിരെ ഉള്ള ഒരു ഗെയിമാണ് സീസൺ 6ന്റെ മെയിൻ. ഇപ്പൊ മറ്റേ സിബിനൊക്കെ പുറത്ത് വന്നിട്ട് ജാസ്മിനെതിരെ കളിക്കരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ജാസ്മിനെതിരെ പ്രേമിക്കുക. എന്തോ തമ്പനിയിലേ കണ്ടാണ് കേട്ടോ, ഞാൻ ആ മച്ചാന്റെ വീഡിയോ ഒന്നും കാണത്തില്ല, അട്ടർ വേസ്റ്റ്. അപ്പം ഈ സാധനം ജാസ്മിൻ എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് ജാസ്മിന് ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു മജോറിറ്റിക്ക് വേണ്ട ചില സ്റ്റഫ്, കുറച്ച് സദാചാരവും കുറച്ച് ഹെയ്റ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് അവരങ്ങനെ ഇരയാക്കിയേക്കാണ്. അപ്പോൾ ആ ഒരു ഇരയ്ക്കെതിരെ കളിക്കാത്ത ഒരു ഗെയിമർ അർജുനാണ്. അപ്പം നമുക്ക് ജാസ്മിൻ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ജാസ്മിൻ്റെ പേഴ്സണാലിറ്റി കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല. പിന്നെ പേഴ്സണാലിറ്റി ഉള്ള ആർക്കാണ്? അർജുനാണ്. അപ്പോൾ ജിൻഡോയ്ക്ക് അഭിഷേകിന് പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ പറ്റാത്തടത്തോളം കാലം പേഴ്സണാലിറ്റി ഉള്ള അർജുനും ചെയ്യാം. ഗെയിമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജാസ്മിന് വോട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് പറ്റത്തുമില്ല. പിന്നെ എന്ത് ചെയ്യൂടെ? ഒരു സാധാരണ പ്രേക്ഷകൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അർജുന് വോട്ട് കൊടുക്കാൻ തോന്നിയാൽ ഒരു മടിയും തോന്നാതെ കൊടുക്കൂ. അതിൻ്റെ പേരിൽ ഒരിക്കലും റിഗ്രറ്റ് തോന്നില്ല. 100% ഒരിക്കലും റിഗ്രറ്റ് തോന്നില്ല. ആ മനുഷ്യനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല, ഷോ ഒന്നും കാണണ്ട. അയാൾ എന്തെങ്കിലും അവസരങ്ങളൊക്കെ നേടി നല്ലൊരു കരിയർ കെട്ടിപ്പടുത്ത് എടുക്കും. ഈ ജാസ്മിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തും അർജുനെ കൊണ്ട് സോഷ്യൽ മീഡിയ ഗാർബേജ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട വരത്തില്ല. ഇപ്പോൾ ജാസ്മിൻ ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പൂരായിരിക്കും ഇവിടെ. എല്ലാത്തിനും എടുക്കുന്നു, റിയാക്ട് ചെയ്യുന്നു, കരച്ചിൽ, പീഴിച്ചിൽ, റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ നിറച്ച് കുറേ ഗാർബേജ് തള്ളാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. എന്തെങ്കിലും അവസരങ്ങൾ കിട്ടി പച്ച പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണേണ്ടി വരില്ല. പോസിറ്റീവായിട്ട് ഇറങ്ങിയാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അർജുൻ്റെ കാര്യത്തിൽ നമുക്ക് ഓക്കെയാണ്. ബാക്കിയുള്ളവരെല്ലാം മട്ടർ ഫേക്കുകളാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് ഉള്ള കാര്യം കേട്ടോ. എന്ന് പറയുന്ന 50 സെക്കൻഡ് വീഡിയോ BGM ഇട്ട് അർജുൻ ആർമി വളരെ ആഘോഷമായി പല സ്ഥലങ്ങളിലെ ഷെയർ ചെയ്യുന്നുണ്ട്. ആണോ? ഞാൻ കണ്ടില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ഷോർട്സൊക്കെ ഷെയർ ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മ്യൂസിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പൊന്ന് JB അണ്ണ, നിങ്ങൾ ചെയ്യുന്നതും PR വർക്കല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചോട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പൈസ ഒന്നും വാങ്ങുന്നില്ല. എനിക്ക് ഈ അർജുനെ അറിയത്തേ ഇല്ല. എനിക്ക് ബിഗ് ബോസ് സീസൺ 6ൽ
തീരെ അറിയാത്ത ഒരാളാണ് അർജുൻ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എനിക്ക് പിന്നെയും കുറച്ചൊക്കെ അറിയാം. നല്ല പരിചയമുള്ള ആൾക്കാരും അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പൈസ ഒന്നും വാങ്ങാറില്ല കേട്ടോ PR വർക്കിന്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതി ചെയ്യേണ്ട. ഞാൻ ബാക്കിയുള്ള ആൾക്കാരെ പോലെ നിഷ്പക്ഷനാണെന്നൊന്നും പറയത്തില്ല. എനിക്ക് എല്ലാത്തിനകത്തും വ്യക്തമായിട്ടുള്ള പക്ഷമുണ്ട്. ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള പക്ഷമുണ്ട്. അങ്ങനെ പക്ഷമൊന്നും ഇല്ലാത്ത ഒരാളൊന്നുമല്ല ഞാൻ. നിഷ്പക്ഷമായിട്ട് ഗെയിമിനെ നോക്കിക്കണ്ട് അനലൈസ് ചെയ്യും. പക്ഷേ നിലപാടുകളിൽ എനിക്കൊരു പക്ഷം ഉണ്ടാവും. ഗെയിമിനെ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സീസൺ 6. ഗെയിമിനെ അനലൈസ് ചെയ്താൽ എന്താ പ്രശ്നം? ടോപ്പ് ഗെയിമറായിട്ടുള്ള ജാസ്മിന് വോട്ട് കൊടുക്കേണ്ടി വരും. അത് നടക്കുമോ? ജാസ്മിൻ സീസൺ 6 ടോപ്പ് ഗെയിമർ അല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ റിവ്യൂവറായിട്ട് പറയുകയാണ്. ഞാൻ ഈ ഒരു ഗെയിം നല്ല രീതിയിൽ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അത്രയധികം ഷോ ഡയറക്ടേഴ്സും ഇടിച്ച് പിഴിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഗെയിം കളിച്ചിട്ടും ആ പുള്ളിക്കാരി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയാണ് സീസൺ 6 ടോപ്പ് ഗെയിമർ. അർജുൻ മാത്രമാണ് ക്വാളിറ്റി കണ്ടസ്റ്റന്റ്, ബാക്കിയെല്ലാം മറ്റർ ഫേക്കുകളാണ്. ഈ ഒരു ഒറ്റ ഡയലോഗിൽ തന്നെ നിങ്ങളുടെ നിഷ്പക്ഷതയുടെ മുഖംമൂടി അടിഞ്ഞു വീണു. നിഷ്പക്ഷതയുടെ മുഖംമൂടി ഞാൻ വെച്ചിട്ടില്ലടേ. ആരാണ് പറയുന്നത്? കുറേ അവന്മാരുണ്ട് ഞാനത് നിഷ്പക്ഷനാണ്. എനിക്ക് ഇതുപോലത്തെ വൃത്തികെട്ട ആരോപണം എനിക്ക് കേൾക്കരുത്. എനിക്ക് പക്ഷമുണ്ടടേ. എനിക്ക് വ്യക്തമായിട്ടുള്ള പക്ഷമുണ്ട് ഓരോ കാര്യങ്ങളിലും. അങ്ങനെയുള്ള നിലപാടുകൾ ഓരോ കാര്യത്തിലും ഉണ്ട്. നിഷ്പക്ഷനായിട്ട് ഒരു സൈഡിൽ നിന്നിട്ട് അവരെങ്ങനെ ചെയ്തു ഇവരെങ്ങനെ ചെയ്തു അങ്ങനെയല്ല. നമുക്ക് എല്ലാത്തിനകത്തും പക്ഷമുണ്ട്. ആ ഒരു പക്ഷത്തിനകത്ത് ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പക്ഷത്തിൻ്റെ കൂടെ നിൽക്കും. ആ ഒരു പക്ഷത്തിനകത്ത് ശരിയില്ല എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഞാൻ അംഗീകരിക്കാം. എൻ്റെ തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കാം. അങ്ങനെ പല അവസരങ്ങളിൽ സോറി പറയാനും എനിക്ക് ഇഷ്ടമാണ്. നമ്മളെല്ലാം തികഞ്ഞ ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ്. പിന്നെ ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പക്ഷം തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ അഭിഷേക് ആൻഡ് ചിൻഡോയ്ക്ക് റിവ്യൂവർ സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന്. ബ്രോ, നിങ്ങൾ റിവ്യൂവർ അല്ലേ? ഞാൻ അഭിഷേക് ആൻഡ് ചിൻഡോയ്ക്ക് റിവ്യൂവർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല. എനിക്ക് അവരുടെ ഗെയിം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അവർക്ക് റിവ്യൂവർ സപ്പോർട്ട് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഒരു ആരോപണമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. നിങ്ങൾ റിവ്യൂവർ അല്ലേ? ഞാൻ റിവ്യൂവറാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നു. റിവ്യൂ എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്ന സമയത്ത് ആൾക്കാർ വന്ന് കാണുന്നു, അതേ ഉള്ളൂ. അല്ലാതെ ഞാനിത് ആസ്ഥാന റിവ്യൂവറാണെന്ന് പറയത്തില്ല. കാരണം എനിക്ക് അറിയത്തില്ലടേ. ഞാൻ 1-2 സീസണൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്നെ നിങ്ങൾ ആസ്ഥാന റിവ്യൂവർ പട്ടം നിന്ന് ഒരിടത്ത് ഇരുത്തണ്ട. ഇഷ്ടം പോലെ നല്ല റിവ്യൂവേഴ്സ് ഉണ്ട് എന്ന് ഞാൻ ചുമ്മാ പറയുകയാണ്. എനിക്ക് ആരെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന്റെ പിറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് മിക്കവാറും എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്. അതാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അർജുനെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ വാക്ക് പ്രകാരം റിവ്യൂവർ സപ്പോർട്ടുള്ള അർജുന് നമ്മൾ വോട്ട് കൊടുക്കരുതല്ലോ. കൊടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് കൊടുക്കാം എന്നുള്ളതിന്റെ ഒരു സൈഡാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങളും മറ്റ് റിവ്യൂവേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ മറ്റുള്ള ആൾക്കാരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാറില്ല. വ്യത്യാസം എന്താണ് എന്നുള്ളത് നിങ്ങളാണ് നോക്കേണ്ടത്. വ്യത്യാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വ്യത്യാസം ഇല്ല, വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇത്രമാത്രം പ്രശ്നമാണ്. പുള്ളി തന്നെ 2 മത്സരാർത്ഥികളുടെ പേരെടുത്ത് വിമർശിക്കാൻ കാരണമോ PR ഉള്ളത്. എന്നിട്ട് അവിടെ അർജുൻ ഒഴികെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം മറ്റർ ഫേക്ക് ആണെന്ന് പറയുക. എന്നിട്ട് PR അല്ലാത്ത അർജുൻ ഒരു വോട്ട് ക്യാമ്പയിൻ. നല്ല ഒന്നാം തരം PR തന്നെയാണ് നിങ്ങൾ. താങ്ക് യു. ഡേ 1 മുതൽ യാതൊരുവിധ കണ്ടന്റും ഇല്ലാതെ ഒരു സൈഡിൽ വാമൂടി കെട്ടിയിരുന്ന വ്യക്തിയാണ് അർജുൻ. കണ്ടന്റ് ഉള്ള ഒരാളേ ഉള്ളൂ, ജാസ്മിൻ. അതിൻ്റെ ഓപ്പോസിറ്റ് പോയി നിൽക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആൾക്കാരുടെ കണ്ടന്റ്. ആ ഒരു കണ്ടന്റിൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട്, വേറെ ഒരു ഗെയിം സാധ്യത ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ, അർജുനടക്കമുള്ള ആൾക്കാർ അവിടെ വെറുതെ ഇരുന്നു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ ഒരു സീസൺ 6 ഗെയിമിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിനെതിരെ കളിക്കാനുള്ള ആ ഒരു കളിയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉത്തരമുണ്ടോ? ഇല്ല. ഭാഗ്യത്തിന് ശ്രീധുവിനെ പോലെ ക്യൂട്ട്നെസ് ഓവർലോഡ് കുട്ടിയെ സഹ മത്സരാർത്ഥിയായി കിട്ടിയതുകൊണ്ട് മാത്രം ലവ് കോംബോ ഇറക്കി പിടിച്ചു നിന്നു. ഈ ക്യൂട്ട്നെസ് ഓവർലോഡ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ആരോപണമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോക്കോൾഡ് സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരാൾ ഏത് സീസണിൽ വന്നാലും അവർ ചിരിച്ചാലും അവർ നോക്കിയാലും എല്ലാ ആൾക്കാരും പറയും ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നുള്ളത്. ബാക്കിയുള്ള ആൾക്കാരും ക്യൂട്ട്നെസ് ഇടുന്നുണ്ടേ. ജിൻഡോ ആണ് ഏറ്റവും കൂടുതൽ ക്യൂട്ട്നെസ് അവിടെ ഇടുന്നത്. ഒന്ന് കാണേണ്ടത് തന്നെയാണ് പുറത്തുനിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ജിൻഡോ ഇടുന്ന ക്യൂട്ട്നെസ്. പക്ഷേ നിങ്ങളുടെ സോക്കോൾഡ് സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീധു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു ക്യൂട്ട്നെസ് എന്ന് പറയുന്ന സാധനം വരുന്നത്. മുൻപ് ടാസ്കിലടക്കം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഇവൻ. 10 പവർ റൂം ടാസ്കിൽ ആകെ ഒരെണ്ണം മാത്രമാണ് കളിച്ച് നേടിയത്. ഈ അവസാന ആഴ്ച 2 ടാസ്ക് നന്നായിട്ട് ചെയ്തപ്പോൾ അർജുൻ മാസായി, സൂപ്പറായി. വീഡിയോ വരുന്നു, വോട്ട് ക്യാമ്പയിൻ വരുന്നു. മാസ് PR ആണെന്ന് പറയത്തേയില്ല. PR ആണെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിനാണ് പറയാതിരിക്കുന്നത്? വെറുതെ പറഞ്ഞു. ഞാനിത് ചുമ്മാ ഒരു പോസ്റ്റ് എന്നെക്കുറിച്ച് കണ്ടപ്പം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എനിക്ക് മറ്റേ ആസ്ഥാന റിവ്യൂവർ പട്ടവും വേണ്ട, എനിക്ക് PR പട്ടം കിട്ടിയാലും കുഴപ്പമില്ല.
എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല, ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണല്ലോ. ബിഗ് ബോസ് അല്ലേ, വേറെ തലപോണ കേസൊന്നും അല്ലല്ലോ. ഞാൻ ഈ ബിഗ് ബോസിനെ വളരെ ലൈറ്റായിട്ട് കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്ത് മെയിൻ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല, ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേന് അങ്ങ് പോകും. അതിനകത്ത് ഒത്തിരി അധികം പ്രിവിലേജ്ഡ് ആണ് ഇങ്ങനെയുള്ളൊരു പരിപാടി ചെയ്യാനായിട്ട്. മറ്റേ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നത് പോലെയോ ഒന്നുമുള്ള ഒരു റിസ്ക് ഒന്നുമില്ലല്ലോ. ഇത് ചുമ്മാ മറ്റേ നമ്മളെപ്പോലെ വളരെ സോഫ്റ്റ്വെയർ സൈഡുള്ള മനുഷ്യന്മാരുടെ ഒരു ആസ്വാദനമാണ് ബിഗ് ബോസ് ഒക്കെ. എനിക്കും ഒരു സോഫ്റ്റ്വെയർ വെർഷൻ സൈഡ് ഉള്ളതുകൊണ്ടാണ് ഇത് ആസ്വദിക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് ഇമോഷണലായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറ്റത്തുള്ളൂ. അല്ലാതെ ലോജിക്കലായിട്ട് മറ്റേ ചിന്തിക്കുന്ന ആൾക്കാർക്കൊന്നും ഈ ഒരു ഷോയോടൊന്നും യോജിക്കാൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഭയങ്കര ക്വാളിറ്റിയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഇതിനെതിരെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ധ്രുവ് റാഡിയൊക്കെ ബിഗ് ബോസിനെ എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. മല്ലു അനലിസ്റ്റിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും, എനിക്ക് ഈ രണ്ടും പോണ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ടാണ് ഇത് ആസ്വദിക്കാൻ പറ്റുന്നത്. ചുമ്മാ ഒരു മൂഡ് ഉണ്ടായിരുന്നപ്പോൾ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. നന്ദി.